ഇരമ്യാവ് അധ്യായം 5. ന്യായം പ്രവർത്തിക്കുകയും വിശ്വസ്തത കാണിക്കുകയും ചെയ്യുന്നവനുണ്ടോ? ഒരുത്തനെ കാണുമോ എന്ന് യെരൂശലേമിൻ്റെ വീഥികളിൽ ചുറ്റി നടന്ന് അന്വേഷിക്കുകയും അതിൻ്റെ വിശാല സ്ഥലങ്ങളിൽ തിരഞ്ഞ് അറിയുകയും ചെയ്യുവിൻ. കണ്ടു എങ്കിൽ ഞാൻ അതിനോട് ക്ഷമിക്കും. യഹോവയാണ് എന്ന് പറഞ്ഞാലും അവർ കപടമായിട്ടത്രേ സത്യം ചെയ്യുന്നത്. യഹോവേ, നിന്റെ കണ്ണ് വിശ്വസ്തതയല്ലയോ നോക്കുന്നത്? നീ അവരെ അടിച്ചു എങ്കിലും അവർ വേദനപ്പെട്ടില്ല. നീ അവരെ ക്ഷയിപ്പിച്ചു എങ്കിലും അവർക്ക് ബോധം കൈക്കൊള്ളുവാൻ മനസ്സില്ലായിരുന്നു. അവർ തങ്ങളുടെ മുഖം പാറയേക്കാൾ കടുപ്പമാക്കി മടങ്ങി വരുവാൻ അവർക്ക് മനസ്സില്ലായിരുന്നു. അതുകൊണ്ട് ഇവർ അല്പന്മാർ, ബുദ്ധിഹീനർ തന്നെ. അവർ യഹോവയുടെ വഴിയും തങ്ങളുടെ ദൈവത്തിൻ്റെ ന്യായവും അറിയുന്നില്ല. ഞാൻ മഹാന്മാരുടെ അടുക്കൽ ചെന്ന് അവരോട് സംസാരിക്കും. അവർ യഹോവയുടെ വഴിയും തങ്ങളുടെ ദൈവത്തിൻ്റെ ന്യായവും അറിയുമെന്ന് പറഞ്ഞു. എന്നാൽ അവരും ഒരുപോലെ നുകം തകർത്ത് കയറ് പൊട്ടിച്ചു കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് കാട്ടിൽ നിന്നൊരു സിംഹം വന്നവരെ കൊല്ലും. മരുപ്രദേശത്തിലെ ചെന്നായി അവരെ പിടിച്ചുകൊണ്ടുപോകും. പുള്ളിപ്പുലി അവരുടെ പട്ടണങ്ങൾക്കെതിരെ പതിയിരിക്കും. അവയിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന എല്ലാവരെയും പറിച്ച് കീറിക്കളയും. അവരുടെ അതിക്രമങ്ങൾ വളരെയല്ലോ, അവരുടെ പിന്മാറ്റങ്ങളും പെരുകിയിരിക്കുന്നു. ഞാൻ നിന്നോട് ക്ഷമിക്കുന്നത് എങ്ങനെ? നിന്റെ മക്കൾ എന്നെ ഉപേക്ഷിച്ച് ദൈവമല്ലാത്തവയെ ചൊല്ലി സത്യം ചെയ്തു വരുന്നു. ഞാൻ അവരെ പോഷിപ്പിച്ച സമയത്ത് അവർ വ്യഭിചാരം ചെയ്യുകയും വേശ്യാഗ്രഹങ്ങളിൽ കൂട്ടമായി ചെല്ലുകയും ചെയ്തു. തീറ്റിത്തടുപ്പിച്ച കുതിരകളെ പോലെ അവർ മതിച്ചു നടന്നു. ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയെ നോക്കി ചിറാലിക്കുന്നു. ഇവ നിമിത്തം ഞാൻ സന്ദർശിക്കാതിരിക്കുമോ? ഇങ്ങനെയുള്ള ജാതിയോട് ഞാൻ പകരം ചെയ്യാതിരിക്കുമോ എന്ന് യഹോവയുടെ അരുളപ്പാട്. അതിൻ്റെ മതിലുകളിന്മേൽ കയറി നശിപ്പിപ്പിൻ, എങ്കിലും മുടിച്ചു കളയരുത്. അതിൻ്റെ കൊമ്പുകളെ നീക്കിക്കളവിൻ, അവ യഹോവയ്ക്കുള്ളവയല്ലല്ലോ. ഇസ്രായേൽ ഗ്രഹവും യഹൂദാ ഗ്രഹവും എന്നോട് മഹാദ്രോഹം ചെയ്തിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. അവർ യഹോവയെ നിഷേധിച്ച് പറഞ്ഞത്, അതവനല്ല, നമുക്ക് ദോഷം വരികയില്ല, നാം വാളോ ക്ഷാമമോ കാണുകയുമില്ല. പ്രവാചകന്മാർ കാറ്റായിത്തീരും, അവർക്ക് അരുളപ്പാടില്ല, അവർക്ക് അങ്ങനെ ഭവിക്കട്ടെ. അതുകൊണ്ട് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങൾ ഈ വാക്ക് പറഞ്ഞതുകൊണ്ട് ഇതാ, ഞാൻ നിന്റെ വായിൽ എൻ്റെ വചനങ്ങളെ തീയും ഈ ജനത്തെ വിറകുമാക്കും. അവർ അതിന് ഇരയായിത്തീരും. ഇസ്രായേൽ ഗൃഹമേ, ഞാൻ ദൂരത്തു നിന്ന് ഒരു ജാതിയെ നിങ്ങളുടെ നേരെ വരുത്തും എന്ന യഹോവയുടെ അരുളപ്പാട്. അത് സ്ഥിരതയുള്ള ഒരു ജാതി, പുരാതനമായ ഒരു ജാതി, ഭാഷ നിനക്ക് അറിഞ്ഞുകൂടാത്തതും വാക്ക് നിനക്ക് തിരിയാത്തതുമായ ഒരു ജാതി തന്നെ. അവരുടെ ആവനാഴി തുറന്ന ശവക്കുഴി, അവർ എല്ലാവരും വീരന്മാരത്രേ. നിന്റെ പുത്രന്മാരും പുത്രിമാരും ഭക്ഷിക്കേണ്ടുന്ന നിന്റെ വിളവും നിന്റെ ആഹാരവും അവർ ഭക്ഷിച്ചു കളയും. അവർ നിന്റെ ആടുകളെയും കന്നുകാലികളെയും തിന്നുകളയും. അവർ നിന്റെ മുന്തിരിവള്ളികളെയും അത്തിവൃക്ഷങ്ങളെയും തിന്നുകളയും. നീ ആശ്രയിക്കുന്ന നിന്റെ ഉറപ്പുള്ള പട്ടണങ്ങളെ അവർ വാൾ കൊണ്ട് ശൂന്യമാക്കി കളയും. എന്നാൽ അന്നാളിലും ഞാൻ നിങ്ങളെ മുടിച്ചു കളകയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. നമ്മുടെ ദൈവമായ യഹോവ ഇവയൊക്കെയും നമ്മോട് ചെയ്യുവാൻ സംഗതി എന്തെന്ന് ചോദിക്കുമ്പോൾ നീ അവരോട്, നിങ്ങൾ എന്നെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ദേശത്ത് അന്യദേവന്മാരെ സേവിച്ചതുപോലെ നിങ്ങൾക്കുള്ളതല്ലാത്ത ദേശത്ത് നിങ്ങൾ അന്യജാതിക്കാരെ സേവിക്കേണ്ടി വരും എന്നുത്തരം പറയണം. നിങ്ങൾ യാക്കോബ് ഗൃഹത്തിൽ പ്രസ്താവിച്ച് യഹൂദയിൽ പ്രസിദ്ധമാക്കേണ്ടത് എന്തെന്നാൽ, കണ്ണുണ്ടായിട്ടും കാണാതെയും ചെവി ഉണ്ടായിട്ടും കേൾക്കാതെയും ഇരിക്കുന്ന മൂഢന്മാരും ബുദ്ധിഹീനന്മാരുമായ ജനമേ, ഇത് കേൾപ്പിൻ. നിങ്ങൾ എന്നെ ഭയപ്പെടുകയില്ലയോ? എൻ്റെ സന്നിധിയിൽ വിറയ്ക്കയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ കടലിന് കവിഞ്ഞുകൂടാതെ വണ്ണം നിത്യപ്രമാണമായി മണൽ അതിരാക്കി വച്ചിരിക്കുന്നു. തിരകൾ അലച്ചാലും സാധിക്കയില്ല, എത്ര തന്നെ ഇരച്ചാലും അതിർ കടക്കയില്ല. ഈ ജനത്തിനോ ശാഠ്യവും മത്സരവുമുള്ള ഒരു ഹൃദയമുണ്ട്. അവർ ശഠിച്ച് പൊയ്ക്കളഞ്ഞിരിക്കുന്നു. മുൻമഴയും പിന്മഴയും ഇങ്ങനെ നമുക്ക് അതത് സമയത്ത് വേണ്ടുന്ന മഴ തരികയും കൊയ്ത്തിനുള്ള കാലാവധി പാലിച്ചു തരികയും ചെയ്യുന്ന നമ്മുടെ ദൈവമായ യഹോവയെ നാം ഭയപ്പെടുക എന്ന് അവർ ഹൃദയത്തിൽ പറയുന്നതുമില്ല. ഇവ മാറിപ്പോകുവാൻ നിങ്ങളുടെ അകൃത്യങ്ങളത്രേ കാരണം. നിങ്ങളുടെ പാപങ്ങളാൽ ഈ നന്മയ്ക്ക് മുടക്കം വന്നിരിക്കുന്നു. എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ ദുഷ്ടന്മാരെ കാണുന്നു. അവർ വേടന്മാരെ പോലെ പതിയിരിക്കുന്നു. അവർ കുടുക്കുവെച്ച് മനുഷ്യരെ പിടിക്കുന്നു. കൂട്ടിൽ പക്ഷി നിറഞ്ഞിരിക്കുന്നത് പോലെ
അവരുടെ വീട്ടിൽ വഞ്ചന നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ അവർ മഹാന്മാരും ധനവാന്മാരും ആയിത്തീർന്നിരിക്കുന്നു. അവർ പുഷ്ടി വെച്ച് മിന്നുന്നു, ദുഷ്കാര്യങ്ങളിൽ അവർ കവിഞ്ഞിരിക്കുന്നു. അവർ നാഥന്മാർക്ക് ഗുണം വരത്തക്കവണ്ണം അവരുടെ വ്യവഹാരം നടത്തുന്നില്ല, ദരിദ്രന്മാർക്ക് ന്യായപാലനം ചെയ്യുന്നതുമില്ല. ഇവ നിമിത്തം ഞാൻ സന്ദർശിക്കാതെ ഇരിക്കുമോ? ഇങ്ങനെയുള്ള ജാതിയോട് ഞാൻ പകരം ചെയ്യാതെ ഇരിക്കുമോ എന്ന് യഹോവയുടെ അരുളപ്പാട്. വിസ്മയവും ഭയങ്കരവുമായുള്ളത് ദേശത്ത് സംഭവിക്കുന്നു. പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു, പുരോഹിതന്മാരും അവരോട് ഒരു കൈയായി നിന്ന് അധികാരം നടത്തുന്നു. എൻ്റെ ജനത്തിനോ അതിഷ്ടമാകുന്നു. എന്നാൽ ഒടുക്കം നിങ്ങൾ എന്തു ചെയ്യും? അധ്യായം 6. ബെന്യാമീൻ മക്കളെ, യെരൂശലേമിൻ്റെ നടുവിൽ നിന്ന് ഓടിപ്പോകുവിൻ. തെക്കോവയിൽ കാഹളമൂതുവിൻ. ബേത് ഹെക്കേരെമിൽ ഒരു തീക്കുറി ഉയർത്തുവിൻ. വടക്കു നിന്ന് അനർത്ഥവും മഹാനാശവും കാണായി വരുന്നു. സുന്ദരിയും സുഖഭോഗിനിയുമായ സിയോൻ പുത്രിയെ ഞാൻ മുടിച്ചു കളയും. അവളുടെ അടുക്കൽ ഇടയന്മാർ ആട്ടിൻ കൂട്ടങ്ങളോട് കൂടെ വരും. അവർ അവൾക്കെതിരെ ചുറ്റിലും കൂടാരമടിക്കും. അവർ ഓരോരുത്തൻ താന്താൻ്റെ ഭാഗത്ത് മേയ്ക്കും. അതിൻ്റെ നേരെ പടയൊരുക്കുവിൻ. എഴുന്നേൽപ്പിൻ, ഉച്ചയ്ക്ക് തന്നെ നമുക്ക് കയറിച്ചെല്ലാം. അയ്യോ കഷ്ടം, നേരം വൈകി, നിഴൽ നീണ്ടുപോയി. എഴുന്നേൽപ്പിൻ, രാത്രിയിൽ നാം കയറിച്ചെന്ന് അതിലെ അരമനകളെ നശിപ്പിക്കുക. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം കൽപ്പിക്കുന്നു: വൃക്ഷം മുറിപ്പിൻ, യെരൂശലേമിന് നേരെ വാടകൂരുവിൻ. സന്ദർശിക്കപ്പെടുവാനുള്ള നഗരം ഇതുതന്നെ. അതിൻ്റെ അകം മുഴുവനും പീഡനം നിറഞ്ഞിരിക്കുന്നു. കിണറ്റിൽ പച്ചവെള്ളം നിറഞ്ഞിരിക്കുന്നത് പോലെ അതിലെപ്പോഴും പുതിയ ദുഷ്ടത സംഭവിക്കുന്നു. സാഹസവും കവർച്ചയുമേ അവിടെ കേൾപ്പാനുള്ളൂ. എൻ്റെ മുമ്പിൽ എപ്പോഴും ദീനവും മുറിവും മാത്രമേയുള്ളൂ. യെരൂശലേമേ, എൻ്റെ ഉള്ളം നിന്നെ വിട്ടുപിരിയാതെയും ഞാൻ നിന്നെ ശൂന്യവും നിർജ്ജന പ്രദേശവും ആക്കാതെയും ഇരിക്കേണ്ടതിന് ഉപദേശം കൈക്കൊള്ളുക. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഇസ്രയേലിൻ്റെ ശേഷിപ്പിനെ മുന്തിരിപ്പഴം പോലെ അരിച്ചു പറിക്കും. മുന്തിരിപ്പഴം പറിക്കുന്നവനെ പോലെ നിന്റെ കൈ വീണ്ടും വള്ളികളിലേക്ക് നീട്ടുക. അവർ കേൾപ്പാൻ തക്കവണ്ണം ഞാൻ ആരോട് സംസാരിച്ചു സാക്ഷീകരിക്കേണ്ടു? അവരുടെ ചെവിക്ക് പരിച്ഛേദന ഇല്ലായ്കയാൽ ശ്രദ്ധിപ്പാൻ അവർക്ക് കഴിയുകയില്ല. യഹോവയുടെ വചനം അവർക്ക് നിന്ദയായിരിക്കുന്നു, അവർക്കതിൽ ഇഷ്ടമില്ല. ആകയാൽ ഞാൻ യഹോവയുടെ ക്രോധം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അത് അടക്കിവെച്ചു ഞാൻ തളർന്നുപോയി. ഞാൻ അത് വീഥികളിലെ കുട്ടികളിന്മേലും യൗവനക്കാരുടെ സംഘത്തിന്മേലും ഒരേപോലെ ഒഴിച്ചു കളയും. ഭർത്താവും ഭാര്യയും വൃദ്ധനും വയോധികനും കൂടെ പിടിപെടും. അവരുടെ വീടുകളും നിലങ്ങളും ഭാര്യമാരും എല്ലാം അന്യന്മാർക്കായി പോകും. ഞാൻ എൻ്റെ കൈ ദേശത്തിലെ നിവാസികളുടെ നേരെ നീട്ടും എന്ന് യഹോവയുടെ അരുളപ്പാട്. അവരൊക്കെയും ആബാലവൃദ്ധം ദ്രവ്യാഗ്രഹികളാകുന്നു. പ്രവാചകന്മാരും പുരോഹിതന്മാരും ഒരുപോലെ വ്യാജം പ്രവർത്തിക്കുന്നു. സമാധാനം ഇല്ലാതിരിക്കെ സമാധാനം സമാധാനം എന്ന് അവർ പറഞ്ഞു എൻ്റെ ജനത്തിൻ്റെ മുറിവിന് ലഘുവായി ചികിത്സിക്കുന്നു. മ്ലേച്ഛത പ്രവർത്തിച്ചതുകൊണ്ട് അവർ ലജ്ജിക്കേണ്ടി വരും. അവർ ലജ്ജിക്കുകയോ നാണം അറിയുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് വീഴുന്നവരുടെ ഇടയിൽ അവർ വീണുപോകും. ഞാൻ അവരെ സന്ദർശിക്കുന്ന കാലത്ത് അവർ ഇടറി വീഴും എന്ന് യഹോവയുടെ അരുളപ്പാട്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടപ്പീൻ. എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രാമം ലഭിക്കും. അവരോ ഞങ്ങൾ അതിൽ നടക്കയില്ല എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് കാവൽക്കാരെ ആക്കി കാഹളനാദം ശ്രദ്ധിപ്പീൻ എന്ന് കൽപ്പിച്ചു. എന്നാൽ അവർ ഞങ്ങൾ ശ്രദ്ധിക്കയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ജാതികളെ കേൾപ്പിൻ, സഭയെ അവരുടെ ഇടയിൽ നടക്കുന്നത് അറിഞ്ഞുകൊള്ളുക. ഭൂമിയെ കേൾക്ക, ഈ ജനം എൻ്റെ വചനങ്ങളെ ശ്രദ്ധിക്കാതെ എൻ്റെ ന്യായപ്രമാണത്തെ നിരസിച്ച് കളഞ്ഞതുകൊണ്ട് ഞാൻ അവരുടെ വിചാരങ്ങളുടെ ഫലമായി അനർത്ഥം അവരുടെ മേൽ വരുത്തും. ശെബയിൽ നിന്ന് കുന്തിരിക്കവും ദൂരദേശത്ത് നിന്ന് വയമ്പും എനിക്ക് കൊണ്ടുവരുന്നത് എന്തിന്? നിങ്ങളുടെ ഹോമയാഗങ്ങളിൽ എനിക്ക് പ്രസാദമില്ല, നിങ്ങളുടെ ഹനനയാഗങ്ങളിൽ എനിക്ക് ഇഷ്ടവുമില്ല. ആകയാൽ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ ഈ ജനത്തിൻ്റെ മുമ്പിൽ ഇടർച്ചകളെ വയ്ക്കും. പിതാക്കന്മാരും പുത്രന്മാരും ഒരുപോലെ അതിന്മേൽ തട്ടി വീഴും. അയൽക്കാരനും കൂട്ടുകാരനും നശിച്ചു പോകും.
യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഇതാ, വടക്ക് ദേശത്തു നിന്ന് ഒരു ജാതി വരുന്നു, ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് ഒരു മഹാജാതി ഉണർന്നു വരും. അവർ വില്ലും കുന്തവും എടുത്തിരിക്കുന്നു. അവർ ക്രൂരന്മാർ, കരുണയില്ലാത്തവർ തന്നെ. അവരുടെ ആരവം കടൽ പോലെ ഇരിക്കുന്നു. സിയോൻ പുത്രി, അവർ നിന്റെ നേരെ യുദ്ധസന്നദ്ധരായി ഓരോരുത്തരും കുതിരപ്പുറത്ത് കയറി അണിനിരന്ന് നിൽക്കുന്നു. അതിൻ്റെ വർത്തമാനം കേട്ടിട്ട് ഞങ്ങളുടെ ധൈര്യം ക്ഷയിച്ചു. നോവ് കിട്ടിയ സ്ത്രീയെപ്പോലെ മനോവ്യസനവും അതിവേദനയും ഞങ്ങളെ പിടിച്ചിരിക്കുന്നു. നിങ്ങൾ വയലിലേക്ക് ചെല്ലരുത്, വഴിയിൽ നടക്കുകയുമരുത്. അവിടെ ശത്രുവിൻ്റെ വാളും ചുറ്റും ഭയവുമുണ്ട്. എൻ്റെ ജനത്തിൻ്റെ പുത്രി, രട്ടുടുത്ത് വെണ്ണീറിൽ ഉരുളുക. ഏകജാതനെക്കുറിച്ചെന്ന പോലെയുള്ള ദുഃഖവും കഠിനമായുള്ള വിലാപവും കഴിച്ചുകൊള്ളുക. സംഹാരകൻ പെട്ടെന്ന് നമ്മുടെ നേരെ വരും. നീ എൻ്റെ ജനത്തിൻ്റെ നടപ്പ് പരീക്ഷിച്ചറിയേണ്ടതിന് ഞാൻ നിന്നെ അവരുടെ ഇടയിൽ ഒരു പരീക്ഷകനും മാറ്റു നോക്കുന്നവനും ആക്കി വച്ചിരിക്കുന്നു. അവരെല്ലാവരും മഹാമത്സരികൾ, നുണ പറഞ്ഞു നടക്കുന്നവർ, ചെമ്പും ഇരുമ്പുമത്രേ. അവരെല്ലാവരും വഷളത്വം പ്രവർത്തിക്കുന്നു. തുരുത്തി ഊതുന്നു, തീയിൽ നിന്ന് വരുന്നത് ഈയമത്രേ. ഊതിക്കഴിക്കുന്ന പണി വെറുതെ, ദുഷ്ടന്മാർ നീങ്ങിപ്പോകുന്നില്ലല്ലോ. യഹോവ അവരെ ത്യജിച്ചു കളഞ്ഞതുകൊണ്ട് അവർക്ക് കറക്കൻ വെള്ളി എന്ന പേരാകും.